ഈ ഒഡീഷയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. ഒഡീഷയിൽ അങ്ങനെ ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലെ ഇപ്പോൾ ബംഗാളാണെങ്കിൽ മമതാ ബാനർജി നിരന്തരം ആക്രമണങ്ങളൊക്കെ ഉന്നയിച്ച് വിഷയം സജീവമായി ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. തമിഴ്നാട്ടിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സ്റ്റാലിനും ആ മട്ടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. അങ്ങനെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ തരത്തിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഒഡീഷയെ സംബന്ധിച്ച് ഒഡീഷയിൽ നവീൻ പട്നായിക്കിന് ഒരു അപ്രമാദിത്വം, അത് നമ്മൾ ആലോചിക്കണം. 1997 ഈ പാർട്ടി രൂപീകരിക്കുന്ന മാർച്ചിൽ രൂപീകരിക്കുന്ന പാർട്ടിയാണെങ്കിൽ 98 നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് 9 സീറ്റുകൾ ലോക്സഭയിലേക്ക് കിട്ടുന്നുണ്ട്. നവീൻ പട്നായിക് മുൻ ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന ബിജു പട്നായിക്കിന്റെ മകനാണ്. അതുവരെ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയ്ക്കും കലാകാരൻ എന്ന നിലയ്ക്കും ഒക്കെ അറിയപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഒഡീഷയിൽ തന്നെ ജീവിച്ചിട്ട് തന്നെ അധികമില്ല. അദ്ദേഹത്തിന്റെ പഠനമെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളായിരുന്നു. ഒഡീഷ രാഷ്ട്രീയമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരാളാണ്. പക്ഷേ അവിടെ വന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ 9 സീറ്റ് 99-ലാകുമ്പോൾ അത് 10 സീറ്റായി വരുന്നു. 2004 എത്തുമ്പോൾ അത് 11 സീറ്റായി വർദ്ധിക്കുന്നു. 2009 അത് 14 സീറ്റാവുന്നു. 2014 21 20 സീറ്റും നേടിയാണ് അദ്ദേഹം വിജയിക്കുന്നത്. ഇതിൽ ആദ്യ 2 തവണയും അദ്ദേഹം BJP സഖ്യത്തിലാണ് അവിടെ വിജയിക്കുന്നതും BJP സഖ്യത്തിലാണ് അവിടെ അധികാരത്തിലേറുന്നതുമൊക്കെ. അങ്ങനെ ജനതാദളിൽ നിന്ന് ബിജു ജനതാദളിൽ നിന്ന് ഭിന്നിച്ച്, അല്ലെങ്കിൽ അച്ഛൻ്റെ പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ച് നേരെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന, അന്നത്തെ കാലത്ത് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പുറത്തുനിന്ന് പിന്തുണ VP സിംഗ് നൽകിയതിൻ്റെ ഒപ്പം നിന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ബന്ധം BJP-യുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ BJP-യുമായി ചേർന്ന് ഭരിക്കുന്നു. അവിടെയാണ് ഈ കണ്ടമാൽ കലാപം ഉണ്ടാകുന്നത്. കണ്ടമാൽ കലാപത്തെ തുടർന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കണ്ടമാൽ കലാപത്തിൽ വലിയ തോതിലേക്ക് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ അവരുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികൾ വിഭാഗത്തിൽപ്പെടുന്ന വലിയൊരു ഈ ഇലക്ഷൻ നടക്കുന്ന മേഖല കൂടിയാണ് കണ്ടമാലിലൊക്കെ. കണ്ടമാൽ ഇപ്പോഴും അവിടെ ചർച്ചയാണെന്ന് ആലോചിക്കണം. ഇപ്പോഴും BJP വന്ന് ഉന്നയിച്ചത് കണ്ടമാനിൽ ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപാതകത്തിൽ ഇദ്ദേഹത്തിനടക്കം പങ്കുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പാർട്ടിക്ക് പങ്കുണ്ട്. അന്ന് അദ്ദേഹത്തിന് ഒപ്പം നിന്നവരെയൊക്കെ കൊന്ന സമയത്ത് അവിടെ സുരക്ഷാ സൈനികരില്ലായിരുന്നു. ഇത്രയും വർഷം മുമ്പ് നടന്ന ഒരു വിഷയത്തെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ അന്ന് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അതിനവിടെ തർക്കം ഉണ്ടായത്. തന്നെ യഥാർത്ഥത്തിൽ ഈ മണിപ്പൂരിലെ തർക്കവുമായി എനിക്കൊന്ന് ഒരു തരത്തിലൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുത്താം. അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആദിവാസികൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ശക്തമാകുന്നത്. അന്ന് RSSന്റെയും അതോടൊപ്പം തന്നെ ബജ്രംഗ് ദളിന്റെയും BSPയുടെയും എല്ലാം നേതൃത്വത്തിലാണ് അന്ന് ഈ കലാപം രൂപപ്പെടുന്നതും. ഇദ്ദേഹം തന്നെ നവീൻ പട്നായിക് തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വലിയ കലാപം ഉണ്ടായി. അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ശ്രദ്ധേയമായ വലിയ അപവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നവീൻ പട്നായിക് BJP-യുമായി തെറ്റുന്നത്. BJP-യുമായി തെറ്റി. പക്ഷേ അന്ന് BJP-യുമായി തെറ്റി നവീൻ പട്നായിക് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ നവീൻ പട്നായിക്കിന് ഒറ്റയ്ക്ക് വിജയിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുകയാണ് നവീൻ പട്നായിക് എന്ന് ആലോചിക്കണം. 2009 അദ്ദേഹത്തിന് 103 സീറ്റ് ആകെ ഉണ്ടായ 103 സീറ്റ് നേടിയാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും ഈ 170-100 നിന്ന് അദ്ദേഹത്തിന്റെ സംഖ്യ താഴോട്ട് പോയിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് ഇന്ത്യയിൽ ഞാൻ ഈ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഇത്തവണ നടക്കുന്ന 5 മണ്ഡലങ്ങളാണ്. ബാർഗ, സുന്ദർഗർ, ബോലംഗീർ, നേരത്തെ പറഞ്ഞ പോലെ കണ്ടമാൽ, ആസ്ക. ഇതിനകത്ത് 5 മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ 5 സിറ്റിംഗ് MP-മാർ 3 BJP-യാണ്. 2 BJD ഉള്ളത്. അത് ഈ കണക്ക് നോക്കുമ്പോൾ BJP-ക്ക് കൂടുതൽ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ് ഈ 5ാം ഘട്ടത്തിൽ. ഇത് കഴിഞ്ഞ തവണ മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ BJP-ക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 112 സീറ്റുകൾ നേടി. തൊട്ട് മുമ്പ് 117 നേടിയെങ്കിൽ 112 സീറ്റ്, അതൊരു ചെറിയ വ്യത്യാസം മാത്രമാണ്. പക്ഷേ ലോക്സഭാ സീറ്റിൽ ആദ്യമായി BJP-ക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണയാണ്. ഈ നവീൻ പട്നായിക് എന്ന് പറയുന്ന നവീൻ പട്നായിക്കിന്റെ പ്രായമൊക്കെ ഇപ്പോൾ 80-നടുത്ത് നിൽക്കുന്ന ഒരാളാണ്. VK പാണ്ഡ്യൻ എന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ IAS-കാരൻ വന്ന് ഇനി അദ്ദേഹമാണ് പിൻഗാമി എന്ന് പറയുന്നു. ഈ ഫൈറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാണ്ഡ്യൻ എഫക്റ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ തന്നെ അവർ ഇറക്കിയ ചിത്രത്തിൽ നവീൻ പട്നായിക്കിന്റെ ഇരിക്കുന്ന ചിത്രത്തിന്റെ തൊട്ടുപുറകിൽ പാണ്ഡ്യൻ നിൽക്കുന്ന ചിത്രമാണ്. അതിൽ നരേന്ദ്രമോദി ഇപ്പോൾ അവിടെ വന്ന് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതാണ്. നവീൻ പട്നായിക്കിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും എല്ലാ ജില്ലകളുടെയും പേരും ജില്ലകളുടെ തലസ്ഥാനത്തിന്റെ പേരും പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് ഇന്ത്യയിൽ ജില്ലകൾക്ക് അങ്ങനെ തലസ്ഥാനം എന്ന് പറയുന്ന സംവിധാനമൊന്നുമില്ല, അതറിയാത്ത ആളാണോ പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യം വന്നു. നവീൻ പട്നായിക് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വലിയ ഒഡിയ വികാരമൊക്കെ പറയുന്നല്ലോ, ഈ ഒഡീഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്തു ചെയ്തു? ഒഡിയ ഭാഷയെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. ഒഡിയ ഭാഷ അറിയുന്ന ആൾ വേണം. ഈ നവീൻ പട്നായിക്കിന് ഒഡിയ ഭാഷ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല എന്ന് കൂടി ആലോചിക്കണം. ഇന്ത്യയിൽ ഇന്ന് ഉള്ള
ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരിൽ തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. സിക്കിമിലെ പവൻകുമാർ ചാംലിംഗ് ആണ് ഏറ്റവും കൂടുതൽ, അത് 24 വർഷവും 165 ദിവസവുമാണെങ്കിൽ നവീൻ പട്നായിക് 24 വർഷവും 73 ദിവസവും. ചില ഏതാനും മാസങ്ങളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. അങ്ങനെ ഇരുന്ന ഒരാളിനോട് ഇപ്പോൾ വന്ന് ചോദിക്കുകയാണ് പ്രധാനമന്ത്രി താങ്കൾക്ക് ഒഡിയ ഭാഷയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഈ സംസ്കൃതത്തിന് 1000 കോടി നൽകി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. ഈ 1000 കോടി നൽകിയപ്പോൾ ഒഡിയ ഭാഷയ്ക്ക് നൽകിയത് 0 രൂപയല്ലേ? ഈ ഒഡിയ ഭാഷ ഇത്രയേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, പ്രിയപ്പെട്ടതാണെങ്കിൽ, ഒഡിയ സംസ്കാരം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യം വ്യാപകമായി പുരസ്കാരങ്ങൾ നൽകിയപ്പോഴും ഒഡിയ സാഹിത്യകാരന്മാരെ എന്തുകൊണ്ട് അതിൽ നിന്ന് ഭാരതരത്നയൊക്കെ നൽകിയപ്പോൾ ഒഡിയയിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സീറ്റ് വർധനവ്, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇഫക്റ്റ് ആവുകയില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇതിന് സമാന സമയത്താണല്ലോ നിയമസഭാ അസംബ്ലി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഈ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസിന്റെ ഒരു പ്രാതിനിധ്യമുണ്ട്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരിപൂർണമായിട്ട് ചിത്രം അവസാനിച്ചു എന്നൊരു സ്ഥിതി തന്നെയാണ്. അങ്ങനെ പരിപൂർണമായി അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കോൺഗ്രസ് സംബന്ധിച്ച് കഴിഞ്ഞ തവണ 8 സീറ്റുകളാണ് കോൺഗ്രസിന് നിയമസഭയിലേക്ക് ലഭിച്ചത്. ലോക്സഭയിലേക്കും അവർക്ക് ഒരു സീറ്റ് ആണെന്ന് ലഭിച്ചത്. എന്തായാലും കോൺഗ്രസിന് അവിടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി ഇപ്പോൾ ഒഡീഷയിൽ കാണാൻ കഴിയില്ല. അവിടെ പ്രധാനപ്പെട്ട ശക്തി ഇപ്പോഴും ഒന്നാമത്തെ പാർട്ടി BJD തന്നെയാണ്. 24 വർഷമായി തുടർച്ചയായി 2000 മുതൽ ഇപ്പോൾ 2024 വരെയും തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ മുഖ്യമന്ത്രിയാണ്. ഒരേ ഒരേ സ്റ്റൈലിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്രയാളം തുടർച്ചയായി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കെതിരെ സാധാരണഗതിയിൽ നേരത്തെ മോദി ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം എന്നുവെച്ചാൽ ഒഡിയ ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാമോ, ഒഡിയ വികാരത്തെക്കുറിച്ച് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ 25 വർഷം നൂറ്റാണ്ട് കാലം തുടർച്ചയായി മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരാളിന് മാത്രമാണ് അങ്ങനെ ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കണം. മറ്റുള്ളവരെല്ലാം അതിൽ താഴെ നിൽക്കുന്നവരാണ്. അദ്ദേഹത്തോടാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം ഒരു തടസ്സമാണ്. ഈ VK പാണ്ഡ്യൻ വന്നൊന്ന് VK പാണ്ഡ്യൻ തമിഴ്നാട്ടുകാരനാണ്. VK പാണ്ഡ്യനാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നത്. അദ്ദേഹത്തിന് 78 വയസ്സ് എന്ന് പറയുന്നത് അദ്ദേഹം തടവിലാണെന്ന് അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന BJDയുടെ ചില നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ BJP പക്ഷത്തേക്ക് പോയ BJPക്ക് സീറ്റ് ഏതെങ്കിലും ഒരു തരത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചാലും അത് BJDയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ VK പാണ്ഡ്യൻ ഇഫക്റ്റ് അടക്കം ഒരു പക്ഷേ കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നേക്കും. എന്തായാലും ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഒഡീഷയിൽ ഏത് ഫലം വന്നാലും അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ ഒരു പഠന സാമഗ്രി തന്നെയായിരിക്കും. അത്രത്തോളം പ്രാധാന്യമുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും ഈ തരത്തിലേക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങൾ, ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളൊക്കെയാണ് തുടർച്ചയായി, അതൊക്കെ ചെറിയ സംസ്ഥാനങ്ങളാണ്, അവിടെയൊക്കെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഒഡീഷ പോലെ ഒരു വലിയ സംസ്ഥാനത്ത് തുടർച്ചയായി ഒരാൾ ഭരിക്കുക, അല്ലെങ്കിൽ അയാൾ പ്രധാനപ്പെട്ട 2 പാർട്ടിയുടെയും ഭാഗമല്ല, അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് പലപ്പോഴും BJPയുമായും പിന്നീടും മുന്നണിയില്ല എന്ന് പറയുമ്പോഴും കേന്ദ്ര തലത്തിലൊക്കെ ഇപ്പോഴും BJPയുമായി സഖ്യത്തിനൊക്കെ പോയതാണ്, ചർച്ചകൾക്ക് ശേഷമാണ് ചർച്ചകളിൽ നിന്നൊക്കെ മാറി. ത്രികോണ മത്സരം ഇല്ലാത്ത ഒരു സംസ്ഥാനം, BJDക്ക് അപ്രമാദിത്വമുള്ളപ്പോൾ ഏത് തരത്തിൽ സീറ്റ് വർധന ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഒഡീഷ. ഏതായാലും